ഗായ്സ്, അങ്ങനെ ടൊയോട്ട ലാൻഡ് ക്രൂസർ പ്രാഡോ ഇന്ത്യയിലെത്തി. നിങ്ങൾ ഇത് വാങ്ങാൻ പ്ലാൻ ഉണ്ടോ? ഒരു മിനിറ്റ്, ഇത് നിങ്ങൾ കാത്തിരുന്ന SUV അല്ല. കാരണം എന്ത്? അതെ, പ്രാഡോ ഒടുവിൽ ഇന്ത്യയിലെത്തി. ഇതിൻ്റെ ഔദ്യോഗിക ലോഞ്ചിൽ ഇതിന് പ്രതീക്ഷിക്കുന്ന വില 1.95 കോടി രൂപ വരെ എത്തുമെന്നാണ് പറയപ്പെടുന്നത്. വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഏത് വിദഗ്ധർ? 1.95 കോടി രൂപയുടെ വല്ല മാറ്റവും ഇതിനുണ്ടോ? കഴിഞ്ഞ പതിപ്പിനേക്കാൾ അധികം മസ്കുലറും ബോക്സി ലുക്കുമാണ് പുതിയ പ്രാഡോയ്ക്കുള്ളത്. ഉയർന്ന ബോണറ്റും SUV സ്റ്റാൻസും ലെതർ സ്റ്റിക്ക് സീറ്റുകളും 360 ഡിഗ്രി ക്യാമറ, റെയിൻ സെൻസിങ് വൈപ്പർ എല്ലാം കൂടി ഉണ്ട് ഇതിന്. പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം ഇതിലില്ല. അതെ ഗായ്സ്, ഏറ്റവും വലിയ അത്ഭുതം ഇതിലല്ല. അതെ, ഇന്ത്യയിലെ പ്രാഡോയ്ക്ക് ഒരു സൺറൂഫും ലഭിക്കുന്നു. അന്താരാഷ്ട്ര മോഡലുകളിൽ പോലും ഇല്ലാത്ത ഒരു ഫീച്ചറാണ്. പക്ഷേ ഇതുമാത്രം ഈ ഫീമൻ വിലയെ ന്യായീകരിക്കുമോ? 2.8 ലിറ്റർ ഡീസൽ എൻജിൻ, 204 HP പവർ, 500 Nm ടോർക്കുമായി ഇതൊരു മികച്ച മോഡലാണ്. പക്ഷേ അതേ എൻജിന് തന്നെ ടൊയോട്ട ഫോർച്യൂണറിലും കിട്ടും. ആകയാൽ ഇതിലെന്താണ് പുതിയത്? വീര്യം വേണ്ടെങ്കിൽ ഡിഫൻഡറാണ് ഉത്തമം. കൂടുതൽ പവർ, മികച്ച ഓഫ് റോഡ്, ചില വേരിയന്റുകളിൽ കുറഞ്ഞ വില. അപ്പോൾ പ്രാഡോ എടുക്കണോ? 1.7 കോടി മുതൽ 1.95 കോടി വരെ വിലയുള്ള പ്രാഡോ ടൊയോട്ടയുടെ തന്നെ വലിയ സഹോദരനായ LC300 ഏറ്റുമുട്ടാമോ? അതിനാൽ ഈ SUV പ്രസക്തി ഇല്ലാതാകുമോ? നിങ്ങൾക്ക് എന്തു തോന്നുന്നു? പ്രാഡോയുടെ ഇന്ത്യയിലേക്കുള്ള തിരിച്ചുവരവ് ടൊയോട്ടയുടെ വലിയ തെറ്റോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ ഓട്ടോമോട്ടീവ് അപ്ഡേറ്റുകൾക്ക് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യൂ. മറക്കല്ലേ. പീസ്.